അവിടെ 2 പേര് അടി കൂടാൻ നിൽപ്പുണ്ട്. അതിൻ്റെ ഒരു തയ്യാറെടുപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ നേരമായി നിൽപ്പ് തുടങ്ങിയിട്ട് കളം അങ്ങ് മൂക്കുന്നില്ല. ഇതിലാ ചുമന്ന പൂച്ച, ഇവിടെ ഇഷ്ടംപടി പൂച്ചകളുണ്ട്. ഇവന്മാരാ ഇവിടുത്തെ ഗുണ്ടകൾ. അതിലാ ചുമന്നവനാ മെയിൻ ഗുണ്ട. അവനിവിടെ ഉള്ള ചെറുതുങ്ങളെല്ലാം ഇതുപോലെ ഓടിച്ചിട്ടടിക്കും. ഇന്ന് അവൻ മറ്റവൻ്റെ മുമ്പിൽ ചെന്ന് ചാടി, അബദ്ധം പറ്റി. ഇതിപ്പോൾ ഒരു 15 മിനിറ്റായി ഇരിപ്പ് തുടങ്ങിയിട്ട്. ഒരു തീരുമാനമാകുമോ എന്നറിയത്തില്ല. എന്നാലും പൂച്ചയുടെ അടിപിടി കാണുന്ന ഒരു രസമാണ്. അവരുടെ ആ നിപ്പും ഏകാഗ്രമായിട്ട് വാലൊക്കെ ഇങ്ങനെ ആട്ടിക്കൊണ്ട് നിൽക്കുക. പക്ഷെ നോട്ടവും ശ്രദ്ധയും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും. ഇപ്പം അതിന് നടുക്കോട്ടൊരു കല്ലെടുത്തിടുകയാണെങ്കിൽ ഒറ്റ ഓട്ടം ഓടുന്നതാണ്. അതൊരു രസകരമായ കാഴ്ചയാണ്. പക്ഷേ ഇവിടെ അടുത്തെല്ലാം വീടുകളായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാണുക എന്നുള്ളതേ ഉള്ളൂ. എന്തെങ്കിലും തീരുമാനമാവുമോ? നടപടി എന്തെങ്കിലും ഉണ്ടാവുമോ? അത് ചുമ്മാ ഇങ്ങനെ വാല് കാട്ടിക്കൊണ്ട് നിൽക്കുമല്ലോ. എന്നെ കണ്ടില്ല, ഞാനിവിടെ നിൽക്കുന്നത്. ഇതേ എന്നേലും തീരുമാനമാവോ? വണ്ടി വരുന്നുണ്ടോ? എല്ലാം നടക്കുമോ? ഞാനാണെങ്കിൽ ഒന്ന് ചോറ് കഴിക്കാൻ വേണ്ടി ചോറ് എടുത്തു വെച്ച സമയത്തായി കാഴ്ച കാണുന്നത്. ഇതിങ്ങനെ കിട്ടുന്നത് ഇച്ചിരി പാടാണ്. അതുകൊണ്ടാണ് ഇവന്മാരെ അങ്ങനെ പകൽ കണ്ടു കിട്ടിയാൽ എന്നാൽ അബദ്ധത്തിൽ 2 പേരും ഒരുമിച്ച് കണ്ടതാണ്. എല്ലാം അടിപിടി നടക്കുമോ? എല്ലാം നടക്കുമോ? വണ്ടി വരുന്നുണ്ട്. അത് കൈ കൊടുത്ത് പിരിക്കുമോ? എന്തെങ്കിലും ഒരു തീരുമാനം പറ. ഇത് നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ വഴിയാണ്. ഇതിൽ എപ്പോഴും ആൾക്കാരിങ്ങനെ പോകുന്നു. ഓട്ടോറിക്ഷ, വണ്ടി, ടെമ്പോ വാനുകൾ, ഗ്യാസ് വണ്ടി. ഇപ്പം തന്നെ 4 മണിയാകാറായി. ഇപ്പം തന്നെ വെറുതെ വണ്ടി വരും. ഇവരിങ്ങനെ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ വല്ല കാര്യം നടക്കുമോ? ഇത് കേട്ടോ, നമ്മുടെ വീടിൻ്റെ നേരെ മുൻവശത്തായത്. തുണിയെല്ലാം ഉണങ്ങാൻ വേണ്ടി ഞാനിങ്ങനെ നോക്കി നിൽക്കുക. അന്നേരമാണ് ഈ കാഴ്ച കണ്ടത്. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അവരവിടെ കുസ്തി പിടിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം. ഒരാളവിടെ കിടന്നിട്ടുണ്ട്. എന്നാലും പുള്ളി രണ്ടിലൊന്നും തീരുമാനിച്ചാൽ അവിടെ നിന്ന് പിൻവാങ്ങും. ആ പുള്ളി അവിടെ ഇരിക്കുക, ഒരാളവിടെ കിടക്കുന്നുണ്ട്. ഒരു 4 മണിക്ക് മുമ്പ് തീരുമാനമാകുമോ? ആൾക്കാരെല്ലാം വഴിയൊക്കെ വരേണ്ട സമയമാണ്. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ കണ്ണി നോക്കിയിരുന്ന കാര്യം നടക്കുകയില്ല. ഇതേ എന്തെങ്കിലും ഒരു തീരുമാനമാക്കാം. ഞാനിവിടെ ചോറെടുത്ത് വെച്ചിരിക്കുക. എനിക്ക് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കണം. അതിനുശേഷം മരുന്ന് കഴിക്കാനുണ്ട്, കാപ്പി കുടിക്കണം. ഈ തുണിയെല്ലാം മഴ വന്നു കഴിഞ്ഞാൽ എടുത്ത് ഇടാനുള്ളതാണ്. നിങ്ങൾ ചുമ്മാ ഇവിടെ നാടകം കളിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കുകയില്ല. ഇത് അയലെല്ലാം തുണി കിടക്കുക.
ഞാനൊന്ന് എരിവ് കയറ്റി കൊടുത്തതാണ്. നടക്കുമോ ഇല്ലയോ എന്നറിയാൻ. കല്ലെടുത്ത് എറിയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വഴിയും വീടുകളും അടുത്തടുത്ത് വീടുകളാണ്. കല്ല് തെറിച്ച് പോകും. അതുകൊണ്ടാണ്. അല്ല ആ നടുക്കോട്ടൊരു കല്ലെടുത്ത് അങ്ങ് ഇട്ടാൽ മതി. ഒരു കുഞ്ഞ് മണിക്കല്ലിട്ടാൽ മതി. അപ്പം നല്ല രസമാണ് കാണാൻ. ഒന്നെങ്കിൽ അടി നടക്കും, അല്ലെങ്കിൽ രക്ഷപ്പെടും. ഇതിൽ ആ ചുമന്നവൻ എന്നും നമ്മുടെ ഇവിടെ ഒരു പൂച്ചയുണ്ട്. അതിനെ എടുത്തിട്ട് അടിക്കുന്നത് എന്നും. അവനെ ഇവിടുത്തെ കൊണ്ടാ നേതാവാണ്. അവൻ്റെ നടപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാലും പൊക്കി പിടിച്ച് എപ്പോഴും നടക്കുന്നത്. ഇതിലെ ഇങ്ങനെ റോന്ത് ചുറ്റും. അവൻ നൈസായിട്ട് രക്ഷപ്പെടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. പോകല്ലേ, ഒരാൾ പോകല്ലേ. ദേ ഇതിലൊരു തീരുമാനമാക്കിയിട്ട് പോയാൽ മതി. നടപടിയില്ല. ഒരുത്തൻ രക്ഷപ്പെടാനുള്ള പരിപാടിയാണ് നൈസായിട്ട്. കണ്ടോ എൻ്റെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടാനാണ്. കാലൊക്കെ പതുക്കെ എടുത്ത് വെക്കുക. വിട്ടോ വണ്ടി വിട്ടോ. വാല് നോക്കുകൂലിയാക്കി വെച്ചോണ്ട് സ്ഥലം വിടാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. രണ്ടുപേർക്കും ഇപ്പം അടിപിടി കൂടാനുള്ളൊരു മൂടല്ലെന്ന് തോന്നുന്നു. എന്നാലും പതുക്കെ ഒരാൾ രക്ഷപ്പെടാനുള്ള പരിപാടിയാണ്. കാത്തിരിപ്പ് വെറുതെയായി നമ്മളെ. ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്, പോകാമെന്നാണോ